മനസ്സ് മലിനമാവാതെ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ടായിരിക്കണം റമദാനിലേക്ക് കിടക്കുന്നത്. ആളുകളോട് പകയും വിദ്വേഷവും ബാക്കി വെച്ചിട്ട് വിശുദ്ധ റമദാനിലേക്ക് എത്തിയാൽ പ്രയോജനമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ജുമാ പിരിഞ്ഞതിന്റെ ശേഷം ആളുകളോട് വിളിച്ച് നന്നാവുക, ബന്ധം പുതുക്കുക. അങ്ങനെ പറഞ്ഞുപോയി, പറ്റിപ്പോയി, മനസ്സിലൊന്നുമില്ല, നിങ്ങളും ഒന്നും മനസ്സിൽ വെക്കരുത്. നമ്മൾ മുസ്ലിം സഹോദരങ്ങളാണ്. വലിയൊരു ആരാധനയുടെ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കുന്നവരാണ് നമ്മൾ. ഇനിയും പിണങ്ങി തെറ്റി പിരിഞ്ഞു നിന്നാൽ അള്ളാഹു അവന്റെ മലായിക്കത്തുകളോട് ഓർഡർ കൊടുക്കുക, എല്ലാവർക്കും പുറത്തു കൊടുത്തേക്ക്, ഇവർക്ക് രണ്ടാൾക്കും പുറത്തു കൊടുക്കണ്ട. കാരണം അവർ പിണക്കത്തിലാണ്. ഇണങ്ങാൻ ഇപ്പോഴും അവരുടെ ഈഗോ സമ്മതിച്ചിട്ടില്ല. എത്ര അമ്മായി അമ്മമാരും മരുമക്കളും അമ്മോശന്മാരും പുതിയാപ്പിളമാരും അളിയന്മാരും അതേപോലെ തന്നെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും അയൽക്കാരും ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമൊക്കെ പലതിന്റെ പേരിലും അവർ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ്. മാസങ്ങളും വർഷങ്ങളോളമൊക്കെയായിട്ട് ഇണങ്ങാൻ, ഒന്ന് സലാം പറയാൻ അവരുടെ മനസ്സ് സമ്മതിച്ചിട്ടില്ല. ആ ഈഗോയുമായി റമദാനിലേക്ക് ആരും കടക്കണ്ട, കാര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ആദർശത്തിൽ നമ്മളോടുള്ള വെറുപ്പ് കാരണം ആരെങ്കിലും നമ്മളോട് പിണക്കത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. കാരണം അവരുടെ ആദർശത്തിലേക്ക് പോയാലല്ലേ അവർ നമ്മൾ സലാം പറഞ്ഞാൽ മടക്കുള്ളൂ, നമ്മളോട് മിണ്ടുള്ളൂ. അങ്ങനെയുള്ളത് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല, അല്ലാഹുവിലേക്ക് വിടുക. ആദർശത്തിന്റെ പ്രധാനം അത് മറ്റു കാര്യങ്ങളെക്കാൾ വലുതാണ്. അതല്ല ഇവിടുത്തെ വിഷയം. മറ്റു ഭൗതിക കാര്യങ്ങളാൽ പടങ്ങി നിൽക്കുന്നുണ്ടോ, എത്രയും വേഗം നന്നായിക്കൊള്ളണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.